ഈ സ്ഥലം യഥാർത്ഥത്തിൽ വേങ്ങരയാണോ മലപ്പുറമാണോ? ഇത് വേങ്ങര നിയോജക മണ്ഡലമാണ്. വേങ്ങര നിയോജക മണ്ഡലം പഞ്ചായത്താണ്. ഊരകം പഞ്ചായത്ത്. ഊരകം പഞ്ചായത്ത്. മലപ്പുറം മണ്ഡലത്തും പെടും, വേങ്ങര മണ്ഡലത്തും പെടും. ഈ ഭാഗം മലപ്പുറമാണ്. ഈ ഭാഗം മലപ്പുറം, ആ റോഡിന്റെ അപ്പുറം വേങ്ങര. വേങ്ങര. അപ്പൊ 2 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഇത് മുറയൂർ പഞ്ചായത്ത്. മലപ്പുറം മണ്ഡലത്തിലെ മുറയൂർ പഞ്ചായത്തിലാ, 9ാം വാർഡിലാ. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചോദിച്ചിട്ടുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്? നേതാക്കന്മാരെ മോശം കൊണ്ട്, ഇവിടുത്തെ ആൾക്കാരെ മോശം കൊണ്ട് തന്നെ. ഇവിടെ ഈ ടൂറിസ്റ്റ് പ്ലേസ് ആയതിന്റെ മുമ്പ് തന്നെ ഇവിടെ ഈ കോരി ക്രഷർ ഏരിയ ആണ്. അതിന്റെ ഭാഗമായി ടിപ്പർ വണ്ടികളായി പോകുന്നത്. അതാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇത് ആരുടെ അനുവാദത്തോടുകൂടി? ഇതൊക്കെ സർക്കാർ കണ്ണു തുറക്കേണ്ട ഇന്ന് കേരളത്തിലെ ഏറ്റവും ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് കാണേണ്ട ഒരു സ്ഥലം ഇന്ന് മിനി ഊട്ടിയാണ്. ഈ ഭാഗത്തേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹകരണവും ഇല്ല. ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ വരുന്ന ജനങ്ങള് ഇവിടെ വരുന്ന ടൂറിസ്റ്റ് തന്നെയാണോ? അത് ഒരു അനുമതി ഉള്ളതും ഇല്ലാത്തത് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് നമുക്കറിയാം. നമ്മളെ ഈ ടൂറിസ്റ്റ് കേന്ദ്രമായതിനു ശേഷം ഇന്ന് വരെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന സ്ഥലമായിട്ട് പോലും ഈ ഭാഗത്തേക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് റോഡ് ഭാഗത്തേക്കോ അല്ലെങ്കിൽ വൈദ്യുതി ഭാഗത്തേക്കോ യാതൊരു സഹകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു പ്രദേശത്തെ പ്രാദേശിക ടൂറിസം വികസനത്തിന് വേണ്ടി സർക്കാർ കണ്ണുവെക്കുമ്പോൾ ഇത്തരമൊരു പ്രദേശത്തെ അവഗണിച്ചിടുന്നു എന്നൊരു ആരോപണമുണ്ട്. അവഗണിച്ചു എന്ന് പൂർണ്ണമായി. പക്ഷെ നോക്കൂ, ഈ പ്രദേശത്ത് കാര്യമായ വികസനം ഇല്ലെന്ന് മാത്രമല്ല, ഞങ്ങളിങ്ങോട്ട് റോഡിലോട്ട് വരുമ്പോൾ ഓഫ് റോഡ് പോകുന്ന വണ്ടി ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. ഇതിപ്പോൾ എന്താ വിശേഷിച്ചാൽ ഇതിപ്പോൾ ഈ മണ്ഡലത്തിലെ MLA ഒരു ശ്രദ്ധ കൊടുക്കണ്ടേ? പക്ഷെ MLA അല്ലല്ലോ ടൂറിസം മന്ത്രി. ടൂറിസം മന്ത്രി വേറെ അല്ലേ? കൊടുക്കണ്ടേ? MLAക്ക് ഒരു സംവിധാനം ഉപയോഗപ്പെടുത്താലോ? പക്ഷെ MLA കൊടുക്കുന്നുണ്ടാവില്ലേ? MLA സ്ഥിരമായിട്ട് പറഞ്ഞിട്ടും വാസ്തവത്തിൽ ഈ റോഡ് ടൂറിസം ആവശ്യത്തിന് ഉണ്ടാക്കിയ റോഡായിരുന്നു. ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാക്കിയ റോഡല്ല. ക്രഷറുകൾ ഇത്രയും ടൺ വെയിറ്റ് താങ്ങാവുന്ന റോഡല്ലത് വാസ്തവത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ ഈ ടൺ താങ്ങി പോകുന്ന ഡിസൈൻ ചെയ്യാത്ത ഈ റോഡിലൂടെ ഇങ്ങനത്തെ ക്രഷർ വാഹനങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും റോഡ് പൊളിയുമെന്നുള്ള വാസ്തവമാണ്. നോക്കൂ, മനോഹരമായ ഒരു സ്ഥലമാണ്. അവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? നമ്മൾ താഴെ വേങ്ങരയിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് എത്ര ദൂരം ഉണ്ടാവും? 5 കിലോമീറ്റർ വേങ്ങരയിൽ നിന്ന് സഞ്ചരിച്ചു വന്ന ഈ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്താം. പക്ഷേ ഇവിടുത്തെ റോഡുകൾ നോക്കൂ, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണെന്ന് മാത്രമല്ല അതിലൂടെ ചിരി പാഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ടിപ്പർ ലോറികളാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു 10 വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് രാവിലെ മുതൽ. ഇതൊക്കെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ റോഡുകളും ഇവിടെയുള്ള വികസനവും ഇത്ര പോരാ എന്ന കാര്യത്തിൽ ഒറ്റ നോട്ടത്തിൽ ആർക്കും പറയാവുന്ന കാര്യമാണ്. സർക്കാരിൻ്റെ ശ്രദ്ധ പതിയേണ്ട ഒരു ഇടമാണ് മലപ്പുറത്ത് വേങ്ങരയിലുള്ള ഈ മിനി ഊട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഇവിടുത്തെ ജനങ്ങൾ പരാതിയായിട്ടൊക്കെ ചെന്നിട്ടും മന്ത്രികളെ നേരിട്ട് പരാതി കൊടുത്തു, ജനങ്ങൾ കൊടുത്തു, ജനപ്രതിനിധികൾക്കൊക്കെ കൊടുത്തിട്ടും ഒരു ശ്രദ്ധയും ഈ ഭാഗത്തേക്ക് ഇല്ല എന്നുള്ളൊരു വാസ്തവം. എന്തായാലും PWD ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും, പതിപ്പിക്കുമെന്നാണ്. മിനിസ്റ്റർ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മിനിസ്റ്റർ വന്നിട്ടുണ്ട്. മിനിസ്റ്റർ ഇവിടെ വന്നു ഇത് കണ്ടറിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ സാധാരണ മിനിസ്റ്റർ പോകുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു വികസന പദ്ധതി പ്രഖ്യാപിക്കാറുള്ളത് എന്താണെന്നറിയില്ല. അത് മലപ്പുറം ആയതുകൊണ്ട്. അല്ല, നമ്മളെ ഇപ്പം പഞ്ചായത്ത് മുറയൂർ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണിത്. മുറയൂർ പഞ്ചായത്ത് ടൂറിസം വകുപ്പിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ആ മീറ്റിംഗിൽ നമ്മൾ വെച്ച നിർദ്ദേശം ഒന്ന് റോഡും, രണ്ടാമത്തത് ഈ സ്ട്രീറ്റ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഈ നിങ്ങൾ റോഡ് നന്നാക്കുന്നതിന് മുമ്പായിട്ട് ലൈറ്റുകളെങ്കിലും ഫിറ്റ് ചെയ്യണം നമ്മളിവിടെ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പം മീറ്റിംഗ് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത്? ലീഗ് UDF ഈ ലീഗ് ഭരിച്ചിട്ട് സംഭവിക്കാത്തത് അല്ല, ലീഗ് ഭരിക്കുന്നു എന്നുള്ള എല്ലായിടത്തെ വിഷയമാണ്. ഇവിടെ ഗവൺമെന്റ് ഇതിന് മൈൻഡ് ചെയ്യണ്ടേ? ഒരു PWD റോഡ് അതുമായി ബന്ധപ്പെട്ട ടൂറിസ്റ്റ് മേഖല എന്നുള്ള നിലക്കാണ്. അങ്ങനെ പരിഗണന കിട്ടുന്നില്ല. പഞ്ചായത്തിന് ഒരു പരിധിയില്ലേ, അതിനപ്പുറം പഞ്ചായത്ത് ചെയ്യാൻ പറ്റില്ല. പഞ്ചായത്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ 2 പഞ്ചായത്ത്, ഊരകം പഞ്ചായത്തും മുറയൂർ പഞ്ചായത്തും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പഞ്ചായത്തിനപ്പുറമാണ് ഈ സ്ഥലം ആവശ്യപ്പെടുന്ന ശ്രദ്ധ പതിയേണ്ടത്. അത് സർക്കാരിൻ്റെ ശ്രദ്ധ പതിയണം എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് തന്നെ പറയുന്നു. നമ്മൾ നിൽക്കുന്നത് വേങ്ങരയിൽ നിന്ന് 5 കിലോമീറ്റർ സഞ്ചരിച്ചാലെത്തുന്ന മലപ്പുറം ജില്ലയിലെ മിനി ഊട്ടി എന്ന് പറയുന്ന സുന്ദരമായ ഒരു പ്രദേശത്താണ്. നമുക്കിനി വാർത്തയിലേക്ക് കടക്കേണ്ടതുണ്ട്. ഒപ്പം മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയവും നമുക്ക് ചർച്ച ചെയ്യാം. എന്താ ഒരു കാര്യം പറഞ്ഞു? 4 പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന സ്ഥലം. ഊരകം വരുന്നുണ്ട്, മുറയൂർ വരുന്നുണ്ട്, പൂക്കോട്ടൂർ വരുന്നുണ്ട്, കൊണ്ടോട്ടി. 4 പഞ്ചായത്ത് ആരുടെയാ? അതുകൊണ്ട് തന്നെ അല്ല, വ്യത്യസ്തമായിട്ട് 4 ലീഗാണോ? അല്ല, അത് വ്യത്യസ്തമായിട്ടുള്ള 4 ലീഗാ? 4 പഞ്ചായത്ത് ലീഗാ? പഞ്ചായത്തുകളെ ഇതിന്റെ അല്ല, പഞ്ചായത്തിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് റോഡുകളാണെങ്കിലും ശരി, ഈ ക്രഷറുകൾ, ഈ ടിപ്പറുകൾ പോകുന്നതാണെങ്കിലും ശരി. PWD റോഡല്ലേ? അല്ല, റോഡ് PWD ആണ്. പക്ഷെ പഞ്ചായത്തിന് ഒരു മേൽനോട്ടം ഉണ്ടല്ലോ. ത്രിതല പഞ്ചായത്തുകൾക്ക് എന്ത് ഫണ്ടുള്ളത്? ഇവരെ വരിഞ്ഞ് മുറുക്കി വെക്കില്ല. എന്ത് ഫണ്ടാണ് അവർക്ക് കൊടുക്കുന്നത്? മാത്രമല്ല, സർക്കാരിലും പണമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പ്രശ്നമല്ല, പണം മുടക്കാൻ സ്വകാര്യ ഏജൻസികൾ തയ്യാറാണ് ഇത്തരം സ്ഥലങ്ങളിൽ. അവർക്കുള്ള ബഹിഷ്കരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹിഷ്കരണമുണ്ടോ? പാർലമെന്റ് അംഗം എന്ന നിലയിൽ 3 വർഷക്കാലമായി പാർലമെന്റ് അംഗമാണ്. ഇവിടെ ബൈ ഇലക്ഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്.